ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഓഫീസിലെ സ്റ്റാഫ്സിനെയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? വാ. നമ്മളുടെ ഓഫീസിലെ ഹെഡായിട്ടുള്ള സീനിയർ ആർക്കിടെക്റ്റ് മിസ്റ്റർ നാജി റമീസ്. അപ്പോൾ നാജി എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നമ്മുടെ ക്ലയൻറ്റില്ലേ ഇസ്മായിൽ, ആളുടെ ഇൻറ്റീരിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻറ്റീരിയർ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ ഡിസൈൻ ആണ് കോൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ചുമ്മാ ഒരു സ്കെച്ച് ഉണ്ടാക്കി ഇനിയിപ്പോൾ അതെങ്ങനെ നമ്മൾ 3Dയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള അത് ആലോചിച്ച് കൊടുക്കുകയാണ്. പ്രോഗ്രസിങ് ആണ്. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോണത് നമ്മളുടെ ഓഫീസിലെ ഇൻറ്റീരിയർ ഡിസൈനറായ ഷാഹിദിനെയാണ്. ഷാഹിദ്, നമസ്കാരം. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ നമ്മുടെ വൺ ഓഫ് ദ ക്ലയൻസ് മൻസൂർക്കാടെ ഇൻറ്റീരിയർ വർക്ക്സാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമാണ് കറണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ അത് അങ്ങനെ റെൻഡർ ചെയ്ത് 3D ഫോട്ടോറിസ്റ്റിക്കായി കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോണത് നമ്മുടെ ഓഫീസിലെ ജൂനിയർ ആർക്കിടെക്റ്റായ അജയ് കൃഷ്ണൻ. അജയ്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ സമീർ സാദിഖിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രസ് തീരും ഉടനെ. അപ്പോൾ അജയ് സമീർ സാദിഖ് എന്ന് പറഞ്ഞ ക്ലയൻറ്റിൻ്റെ എലിവേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോണത് നമ്മളുടെ ഓഫീസിലെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള അജ്മലിനെയാണ്. അജ്മൽ, സൈറ്റിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അജ്മൽ. അപ്പോൾ അടുത്ത് നമ്മളുടെ ഓഫീസിലെ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീലാൽ. ഞങ്ങൾ സൈറ്റ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കാം, പ്ലാൻ ചെയ്യണം ഓരോ സ്റ്റെപ്പ് അടുത്ത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് അല്ല, നമുക്കുള്ള എല്ലാ സൈറ്റും നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റിൽ എന്താണ് നമുക്കവിടെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളും കൂടിയായിട്ടാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ശ്രീലാലും അജ്മലും കൂടിയാണ് ഡിസ്കഷൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോണത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഫീസിലെ ഇൻറ്റീരിയർ ഡിസൈനറായിട്ടുള്ള നൂറനെയാണ് കേട്ടോ. നൂറ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ ക്ലൈൻറ്റ് ലത്തീഫിൻ്റെ ബെഡ്റൂം ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെഡ്റൂം ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തായി പ്രോഗ്രസ് ഇപ്പോൾ റെൻഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലൈൻറ്റ് ലത്തീഫിൻ്റെ ആണ് കേട്ടോ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോണത് നമ്മളുടെ ഓഫീസിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ബാസിലേനാണ് കേട്ടോ. ബാസി, യെസ്, പറയൂ. എന്താ ചെയ്യുന്നത്? ഇത് ഷാനി റെസിഡൻസിൻ്റെ ജോയിനറിൻ്റെ ഓപ്പണിങ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സാറിനായിട്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിയാനേ. ഓക്കെ, നമ്മൾ ഓഫീസിൽ 2 സാറുമാരാണ് കേട്ടുള്ളത്. ഒന്ന് നൗഷാദ് സാറും പിന്നെ അബ്ദുൽ മുജീബ് സാറും. നമ്മുടെ ഓഫീസിൽ മെയിനായിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ആരാന്നറിയോ? നമ്മളുടെ അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റെ പേര് റിജു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ശരിക്കുള്ള പേര് റേഹാനത്ത്. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഹായ്, എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മുടെ ഒരു സ്ട്രക്ചർ വർക്ക് ഉണ്ടായിരുന്നു, മിസ്റ്റർ ഷുക്കൂർ ചെയ്യുന്നു. അവരുടെ വർക്ക് നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തു. സോ അവർക്ക് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റിജു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ ഓഫീസിലൊരു കോൺഫറൻസ് ഹാളാണ് കേട്ടോ അത്. കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്യാറ്. ക്ലൈൻറ്റ് മീറ്റിങ്സ്, പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ്, എല്ലാ ഡിസ്കഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ കണ്ടല്ലോ, ഇതാണ് കോൺഫറൻസ് ഹാൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട്
എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ്, ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻസ്, ഇൻറ്റീരിയർ എല്ലാ വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോറിക് ഡിസൈൻ ആർക്കിടെക്ട്സ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടാം കേട്ടോ. താങ്ക് യു.